അപ്പോൾ 2024 ലാസ്റ്റ് ഡേ ആണിന്ന്. ലാസ്റ്റ് മോർണിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ആഹ്ലാദിക്കൂ, അർമാദിക്കൂ. അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുട്ടും കടലക്കറി ആക്കാമെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുക്കറിനകത്ത് കടലയൊക്കെ ഒന്ന് പുഴുങ്ങി വെച്ച് വേവിച്ച് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചീനച്ചട്ടി ഞാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് പെരുംജീരകം, കടുകപ്പട്ട, പിന്നെ കൊച്ചുള്ളി. അതാണല്ലോ നല്ല ടേസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി അതും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ വഴറ്റി നല്ലൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത് നമുക്കൊന്നിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കുക്കറിൽ തന്നെ ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഞാൻ ചേർക്കും കേട്ടോ, ഓപ്ഷനിലാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് 2 കറിവേപ്പില തണ്ടും കൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചു. പിന്നെ അതിൻ്റെ കൂടെ 2 മുട്ട പുഴുങ്ങാനും പിന്നെ 2 ഏത്തപ്പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ ഡെയിലി ഇങ്ങനെയാണ്. സൂതിക്കും കൊടുക്കും, ഞാനും കഴിക്കും. അപ്പോൾ അതും നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പുട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറ്റിക്കകത്ത് ഇടുകയാണ് ഗൈസ്. അത് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആ ഒരു കുറ്റിയിൽ തട്ടി കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ തട്ടിക്കൊടുത്ത് നമ്മളിതേ ഒരു കുറ്റി നിറച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങായും കൂടെ ഒക്കെ ചിരകിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. അപ്പോൾ കണ്ടില്ലേ, പച്ചപ്പ് നിറഞ്ഞ ഹരിതാഭം എന്താ. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു കുറ്റി മാത്രമേ ഇപ്പം റെഡി ആയിട്ടുള്ളൂ. അപ്പം ഇത് പുഴുങ്ങി നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടലക്കറിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ പുട്ടും പഴമൊക്കെ തിന്നാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.